പല ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അനുഗ്രഹം കിട്ടാത്തത് കിട്ടുന്ന കാലം വരെ അവർക്ക് നിലനിൽക്കാൻ പറ്റണില്ല. അതാണല്ല പ്രശ്നം. നമ്മൾ അണ്ടക്കൊണ്ട് വളം വെക്കേണ്ട കാര്യമില്ല. പല ആൾക്കാരുടെയും പ്രശ്നം ദൈവം അവരെ അനുഗ്രഹിക്കും, പക്ഷെ അനുഗ്രഹം കിട്ടുന്ന സമയം വരെ അവർ നിലനിൽക്കത്തില്ല. അവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഏഷണി പറഞ്ഞ, കുശുമ്പ് പറഞ്ഞ, അടിയുണ്ടാക്കിയ, വെള്ളമടിച്ച, കള്ളത്തരം കാണിച്ച, ആൾക്കാരെ പറ്റിച്ച ഒക്കെ അവർ ദൈവത്തിൽ നിന്ന് പോകും. അതാണ് നിലനിൽപ്പെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവത്തിൻ്റെ വചനം അവർക്ക് അറിയത്തില്ല. ആ വചനം ഉണ്ടെങ്കിൽ ദൈവം ഈ ക്യാൻസർ 4th സ്റ്റേജിൽ ഒരു വൈഫിനെയും കൊണ്ട് കഷ്ടത്തിൽ കൈയിട്ടുകൊണ്ട് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ആ മനുഷ്യൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. എന്താണ്? ഉടമ്പടി നിങ്ങൾ ഒരു കാരണവശാലും ദത്തെടുക്കരുത്, കർത്താവിൻ്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നുണ്ട്. എന്താ അങ്ങനെയല്ല പറഞ്ഞിരിക്കണത്? ആ കുഞ്ഞിന് വേണ്ടി നിങ്ങളെ കർത്താവ് കുഞ്ഞിനെ തരും. അപ്പോൾ പക്ഷെ നമുക്ക് അത് ആ വാഗ്ദാനം വേറെ, അനുഭവങ്ങൾ വേറെയാണ്. അനുഭവം എന്താണ്? ക്യാൻസറാണ്. വാഗ്ദാനം എന്താ പറഞ്ഞിരിക്കണത്? ദത്തെടുക്കേണ്ട കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്നാണ്. അപ്പോൾ വാഗ്ദാനങ്ങൾ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഈ മനുഷ്യന് നിലനിൽപ്പിൻ്റെ വരം കിട്ടി. നിലനിൽപ്പിൻ്റെ വരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ നിലനിൽപ്പ്, എന്നെ നിലനിർത്തിയത് ഈ 4th സ്റ്റേജ് ക്യാൻസറിലെ വൈഫിനെ ചികിത്സിക്കാൻ നടക്കുമ്പോഴും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തരുമെന്ന് പറയുന്ന വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിച്ച് നിലനിൽക്കാൻ കാരണം 2 കൊരിന്ത്യർ 12:9 ഞാൻ എപ്പോഴും പറയുന്ന വചനമാണത്. അത് അദ്ദേഹത്തിന് അഭിഷേകമായി കിട്ടി. ആ വചനം ഒന്ന് കേട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞു, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. ആ മക്കളില്ലെങ്കിലും ക്യാൻസർ ആണെങ്കിലും വാട്ട് യു നീഡ് മൈ ഗ്രേസ്. നിനക്ക് എൻ്റെ കൃപ. അതാണ് ഇവർക്ക് കിട്ടിയിരിക്കണത്. അനുഗ്രഹമല്ല, കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കെട്ട കാലത്തിലൂടെയാണ് പോണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവിയും പുകയും നീയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, സന്തത്തിലൂടെ നടക്കും, സന്തം നിന്നെ മുക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ മക്കളെ ദൈവം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അവർക്ക് വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിൽ ജീവിക്കുന്നു, ദൈവത്തെയും കൊണ്ട് നടക്കുന്നു. ആ ദൈവം നൽകുന്ന ആത്മധൈര്യത്തിൽ അഭിഷിക്തരായിക്കൊണ്ട് ദൈവാനുഭവത്തിൻ്റെ ഒരു യാത്ര ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതാണ്, ദൈവം ഉദ്ദേശിക്കുന്നതും അതാണ്. അപ്പം ഈ മനുഷ്യൻ ഇതുപോലെ ഒരു സാക്ഷ്യത്തിലേക്ക് വരുന്നതിന് നിലനിൽപ്പ് എന്താ പറയണത്? നിലനിൽപ്പ് ഈ 2 കൊരിന്ത്യർ 12:9 എന്താണ്? നിനക്ക് എൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. സഫിഷ്യൻറ്റ് വെച്ചാൽ നിനക്ക് എൻ്റെ കൃപ മതി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ ശ്രോതാക്കളോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ ബ്ലെസ്സിങ്ങിൻ്റെ സൂചി മാറ്റി കൃപയിലേക്ക് വെക്കണം. കൃപ പവർ ഓഫ് ഗോഡാണ്. ആ പവർ ഓഫ് ഗോഡ് വർക്ക് ചെയ്യണത് ബലഹീനതയിലാണ്. നമുക്ക് എന്തെങ്കിലും ബലഹീനതയുള്ളപ്പോൾ, ഈ ബലഹീനതയുള്ളപ്പോൾ എന്താ സംഭവിക്കണത്? അപ്ലോഡിങ് ടൈമാണത്. ബലഹീനതയുള്ളപ്പോൾ അപ്ലോഡിങ് ടൈമാണ്. മുന്നോട്ട് നിന്നൊരു ഇപ്പോൾ വിമാനങ്ങൾ മോളിൽ ആകാശത്തിന് ഇന്ധനം എടുക്കണില്ലേ? ഇന്ധനം എടുക്കുമ്പോൾ എന്താ ചെയ്യണത്? അത് ആകാശത്ത് നിൽക്കും, ഓടത്തില്ല. ഓടിക്കൊണ്ട് ഇന്ധനം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, നിൽക്കും. അപ്പം ഇന്ധനം പവർ അപ്ലോഡ് ചെയ്യണ സമയത്ത് ജീവിതം നിശ്ചലമായി നിൽക്കും. ജീവിതം മുന്നോട്ടില്ല. 4ാം ക്യാൻസറാണ്. വേറെ പല പ്രശ്നങ്ങളും കുടുംബത്തെയും ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. ജീവിതം മുന്നോട്ട് പോകുന്ന, ജീവിതം നിശ്ചലമായി നിൽക്കുന്നു. പരീക്ഷയ്ക്ക് തോറ്റു, ജർമ്മൻ 3 പ്രാവശ്യം എഴുതി, വിസ വരണില്ല, നിശ്ചലമായിരിക്കുന്നു ജീവിതം. ഈ ജീവിതം നിശ്ചലമായിരിക്കുമ്പോൾ
ബുദ്ധിയും ബോധമുള്ളവർ ഓർക്കണം, പവർ അപ്ലോഡിങ് ടൈമാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിലവിളിച്ച് ഈ വീട്ടിൽ കാണിക്കുന്ന അഭ്യാസങ്ങളില്ലേ, അത് എപ്പോഴും ഏറ്റവും അഭ്യാസങ്ങൾ കാണിക്കുന്നത് എല്ലാവരും കാണിക്കും. നിങ്ങളെ എല്ലാം പലരും നശിക്കാൻ കാരണം നിങ്ങളെ മോശം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ കാണിക്കുന്ന അഭ്യാസങ്ങളാണ്. ചില ആൾക്കാർ 3 ദിവസം തന്നെ തലേണിയെ കമന്ന് കിടന്ന് ഭക്ഷണം കഴിക്കാതെ കിടക്കും. പിന്നെ വിശക്കുമ്പോഴത്തേക്ക് കഴിക്കുക, അത് വേറെ വിഷയം. എല്ലാ അഭ്യാസങ്ങളല്ലേ, ജനിച്ച കാലം മുതൽ കാണിക്കുന്ന അഭ്യാസങ്ങളല്ലേ. പക്ഷേ ഈ അഭ്യാസം നിങ്ങളെ വീട്ടിൽ നിങ്ങളെന്താ, നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാനും ഇനിയും ബീറ്റുവിന് കാശ് വേണമല്ലോ. അപ്പം പറയും എവിടുന്ന് കൊണ്ടുവരാൻ, അവൾ പണിക്ക് പോകാൻ പറയും. അത് പറയാതിരിക്കാൻ അപ്പൻ്റെ വാപൊത്താൻ വേണ്ടി കമന്ന് കിടക്കണത്. അപ്പോൾ അപ്പം വരുമ്പോൾ അമ്മ പറയും അവളെ കമന്ന് കിടക്കുകയാണ്, ഭക്ഷണം കഴിക്കണില്ലെന്ന് പറയും. അപ്പോൾ അപ്പൻ്റെ മനസ്സ് ഇടിഞ്ഞ് പെൺമക്കളാണെങ്കിൽ അപ്പം പിന്നെ എടി മകളെ വാ കഴിക്കെന്ന് പറയും. നമുക്ക് അച്ഛൻ കാശ് തരാവേ, ഇനി എഴുതിക്കുക. അതാണ് അവളുടെ ഉദ്ദേശം. അതാണ്. കമന്ന് കിടന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അപ്പം വഴക്കിടത്തില്ലല്ല. ഇവളിങ്ങനെ സ്മാർട്ടായിട്ട് നടക്കണേ അപ്പം പറയവേ നീ ഈ കുടുംബം നശിപ്പിക്കുമല്ലേ, ഇപ്പം 3ാമത്തെ എഴുത്തല്ലേ എഴുതണത്, 90,000 രൂപയായല്ല, എവിടുന്ന് കൊണ്ടുവരും എന്ന് ചോദിക്കും. അത് ചോദിക്കാതിരിക്കാനാണ് ഇവൾ കമന്ന് കിടക്കുന്നത്. തട്ടിപ്പും വെട്ടിപ്പും കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ അഭ്യാസം എടുക്കരുത്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, അതാണ് കുഴപ്പം. ദൈവത്തെ അറിയാൻ പാടാത്ത കൊണ്ടും പരിശുദ്ധാത്മാവില്ലാത്ത കൊണ്ടും ഇങ്ങനെ വിക്രിയകളൊക്കെ കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഇരുട്ടുകൊണ്ട് കൂട്ടടച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ കാലം പവർ ലോഡിങ് ടൈമാണ്. നിങ്ങൾ മാത്രം അവർ ഈ ലോകത്ത് തോറ്റിരിക്കണത്. ഈ ജയിച്ചവരെല്ലാം ഒരു കാലത്ത് തോറ്റവരാണ്. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരത് കണ്ണീരിൻ്റെ വിലയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലമാണിത്. കല്ല് പെറുക്കി കളയാനൊരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. അപ്പം കരയാനുള്ള കാലം വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയോടെ വിശ്വാസത്തിൽ മുന്നേറാൻ വേണ്ടി ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നീ എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് ദൈവം ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, സത്യമായും പരിശുദ്ധാത്മാവാണുള്ളത്. കാപട്യത്തിൻ്റെ കള്ളത്തരത്തിൻ്റെ ഉടായ്പിൻ്റെ ആത്മാവല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളത്. അമ്മ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, അമ്മയും ഞാനുമായിട്ട് നമ്മൾ ഉടമ്പടിയുള്ളിടത്തോളം കാലം, അമ്മ സഞ്ചാരി മാതാവായിട്ടുള്ള കാലം, അമ്മ സമയത്തിൻ്റെ അധികാരിയായിട്ടുള്ള കാലം, ഈ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജയിക്കും. ശ്രദ്ധിക്കട്ടെ, നമ്മൾ ജയിക്കും. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ചുകൊണ്ട് ആരാധന. ആദ്യമായി എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു മാതാവിൻ്റെ ഈശോയുടെ നടുക്ക് നിന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് എനിക്കിതുപോലെ സാക്ഷ്യം പറയാൻ കയറി നിൽക്കാം, എനിക്കൊരു അവസരം തന്നെയെന്ന്. അതിനായിട്ട് എനിക്കൊരു ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2023
ലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് രഞ്ജിത. ഞാൻ വല്ലാർപാടം പനമ്പുകാട് നിന്നാണ് വരുന്നത്. 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ആ 2023 അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്ത സമയത്ത് എനിക്ക് അന്നൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നടന്നിട്ട് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഹസ്ബൻഡും അത് വലിയ കാര്യമാക്കിയില്ല, സാധാരണ ഒരു രീതിയിൽ എപ്പോഴും അസുഖം വന്ന് പോണ പോലത്തെ രീതിയിലാണ് എടുത്തത്. പക്ഷേ എനിക്കത് കൈയും കാലും ഒക്കെ ഒന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള അടുത്തുള്ള ആൻറ്റിമാരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റാലിക്ക് പോയി പങ്കെടുത്തുകൊണ്ടിട്ട് ഇനി എന്തെങ്കിലും ശാരീരിക വൈകാരിക ഇത്രയും കിലോമീറ്ററൊക്കെ നടന്നതല്ല, അതിൻ്റെ ബുദ്ധിമുട്ടായിക്കോളെം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ ഒട്ടും സാധാരണ വന്നു പോണ പോലത്തെ ഒരു ഫീലല്ല ഉണ്ടായത്. ഉച്ചയായപ്പോൾ എൻ്റെ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് കേട്ടിട്ട് പറഞ്ഞു അവൾക്കൊട്ടും വയ്യെന്ന് തോന്നാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടവനക്കാട് ശ്രേയസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ ആകെ അവശതയായിരുന്നു. എന്ന് വെച്ചാൽ ശരീരമൊക്കെ വീർത്ത് നാവൊക്കെ ഇറങ്ങിപ്പോയൊരവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നെ കണ്ടപാടെ എൻ്റെ അമ്മ എന്നെ കരച്ചിലായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എത്തി, എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. ഞാൻ ആകെ അവിടെ എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ മാതാവേ എനിക്ക് എത്ര വലിയ ഒരു അസുഖം വരുത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ അടുക്ക വന്നിട്ട് എൻ്റെ ശരീരത്തിന് വയ്യാതായ ഇതെനിക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് തല പോലും നേരെ നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കെന്തോ ഭയങ്കര എന്താ പറയാന്നില്ല, ആത്മാർത്ഥ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ അല്ലെങ്കിൽ പുറത്തെ വേറെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, എനിക്ക് പോകാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്റർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ എനിക്ക് അമ്മേനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്തൊന്ന് വരണം. എനിക്ക് ഒട്ടും എഴുന്നേക്കാനോ നടക്കാനോ എനിക്ക് ആരുണ്ട്, കൊച്ചിനെ പോലും എനിക്ക് നോക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇത് കിട്ടുന്നില്ല. കണ്ണിന് പോലും കണ്ണൊക്കെ ഭയങ്കര പെയിൻ എടുത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡാണ് കൂടെ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് പോയി, എൻ്റെ അച്ഛനാണ് പിന്നെ കൂടെ വന്നു നിന്നത്. അന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഈ കടയിലൊക്കെ പോലും മുല്ലപ്പൂവിൻ്റെ മണം, ആ ഒരു മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കടയിലൊന്നും കിട്ടൂല ആ മണം, അമ്മാതിരി നല്ലൊരു മണമായിരുന്നു. ഞാനപ്പോൾ ഒറ്റയ്ക്ക് അനുഭവിച്ചെങ്കിൽ അത് എൻ്റെ ഒരു തോന്നലാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇതെൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും കിട്ടിയ ആ സുഗന്ധാഭിഷേകം. പിന്നെ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്ററെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇനി ഇവിടെ ആരെങ്കിലും വല്ല മുല്ലപ്പൂ എന്തെങ്കിലും വാങ്ങിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവിടെ ആരും മേടിക്കാനാണ് മോളെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ തലേന്ന് ദിവസം ഞാനിങ്ങനെ അപേക്ഷിച്ച് എൻ്റെ അടുത്തൊന്ന് വന്നേന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിൻ്റെ പ്രാർത്ഥന അമ്മ കേട്ട് നിന്നെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ശരീരത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്കൊരു ആ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയ പോലെ, ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥയായിരുന്നു. റിസൾട്ടിലൊക്കെ ഓക്കെയാണ്, കൗണ്ട് സാധാരണ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും, പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ 1-ാം തീയതി എൻ്റെ 9ാമത്തെ പുതുക്കലായിരുന്നു. 1-ാം തീയതി ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് പത്രം എല്ലാം വാങ്ങിച്ച് ഞാനിവിടെ ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ എനിക്കൊരു വീട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട്, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു പാർലർ വേണം എന്ന്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ തള്ളി വിടുന്ന പോലെ ഇങ്ങനെ ഒരു ഇത് വേണം എന്ന്. അപ്പം ഞാനിവിടെ നിന്ന് അമ്മേനോട് പറഞ്ഞു എന്താ എനിക്കറിയില്ല ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറയണത്, അമ്മ എനിക്കത് സാധിച്ചു തരുവാണെങ്കിൽ എനിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് അമ്മയുടെ ഈശോയുടെ ഒരു രൂപം വേണം, അതിൻ്റെ നേരെ ഒരു ചെറിയ സോഫ സെറ്റും. എനിക്ക് അമ്മയുടെ ഈശോനെ നോക്കി പ്രാർത്ഥിക്കണം, എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരമുണ്ട്. എന്ന് വെച്ചാൽ കസ്റ്റമർ ഇല്ലാത്ത നേരത്താണെങ്കിൽ, പോണ സമയത്ത് ബസ്സിലാണെങ്കിൽ കൊന്ത ചൊല്ലാനും ബൈബിളൊക്കെ പാർലറിൽ ചെന്നിട്ട് വായിക്കാനുള്ള അവസരമൊക്കെ എനിക്ക് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിത് വേണം എന്ന്. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞാൻ ഉടമ്പടിയിലും നിയോഗം വെച്ച് അമ്മ എനിക്ക് വീട് വേണ്ട, ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ വീട് ഒരു പാർലർ എനിക്ക് രണ്ടിലൊന്ന് വേണം അമ്മയെന്നും പറഞ്ഞ് നിയോഗം വെച്ച് 4-ാം തീയതി
ഞാൻ വർക്കിന് പോണ സമയത്ത് വല്ലാർപാടം ജംഗ്ഷനിൽ തന്നെയിട്ട് ഞാൻ ഓട്ടോയ്ക്കാണ് പോയത്. ആ സമയത്ത് ഞാൻ വെറുതെ ആരോ എന്നെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോണ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. വല്ലാർപാടം ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ ഒരു ബേക്കറി ഉണ്ട്, ഗുഡ് ബിൽ ബേക്കറി. അവിടുത്തെ ആ ചേട്ടനായിട്ട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കും, ഇങ്ങനെ ഷോപ്പിൻ്റെ കാര്യമൊക്കെ എവിടെയെങ്കിലും വരണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു തലേന്ന് ദിവസം. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വിളിച്ചു നോക്കിയതാണ് വല്ല ഷോപ്പ് ഒഴിഞ്ഞ് കിടപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ താഴെ എല്ലാം ഫില്ലാണ്, മേളിൽ പറഞ്ഞുകൊണ്ട് ചേച്ചി വന്ന് നോക്കണട്ടാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ നോക്കാൻ കണക്കാക്കിയല്ല പോയത്. ആ സമയത്ത് ആ ഓട്ടോയിൽ കയറി പോകാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ബസ്സിന് പോയി കഴിഞ്ഞാൽ ഹൈക്കോർട്ടിൽ പോയി ഇറങ്ങാറാണ് പതിവ്. അന്നത്തെ ദിവസം ഓട്ടോയിൽ പോയി അവിടെ ഇറങ്ങി. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ബിൽഡിംഗ് ഓണർ അങ്ങനെ വരാത്ത ആളാണ്. ആ ബിൽഡിംഗ് ഓണർ അവിടെ ഉണ്ട്. ഞാൻ ഡയറക്റ്റ് ചെന്ന് അയാളുടെ അടുത്താണ് സംസാരിക്കുന്നത്. ചേട്ടാ, ഇവിടെ താഴെ വല്ല ഷോപ്പ് വല്ല റെൻറ്റിന് കൊടുക്കുന്നുണ്ടാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചേച്ചിക്ക് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പാർലർ തുടങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അന്ന് ഇവിടെ ഇല്ല, മേളിലേക്ക് വാ, മേളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 380 സ്ക്വയർ ഫീറ്റില ഒരു റൂമാണ് കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇതെനിക്ക് പറ്റുമോ, ഇത്രയും വലുതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഞാനൊരു ചെറിയ ഇതെല്ലാം ആഗ്രഹിച്ചത്. അതുകൂടാതെ തന്നെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിവിടെ നിന്ന് ഒരു പുതിയ ബൈബിള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിള് വാങ്ങിച്ചിട്ട് ഞാനിവിടെ അമ്മേനോട് ഞാൻ പറഞ്ഞായിരുന്നു, അമ്മേ ഞാനിത് ഇവിടെ വെച്ച് തുറക്കാൻ പോവാ, എൻ്റെ ജീവിതത്തിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണേന്ന്. ഞാനിവിടെ നിന്ന് തുറന്നപ്പോൾ എസഹ്യ 40-41 പേജാണ് എനിക്ക് കിട്ടിയത്. അതിനകത്ത് ഈശോയ്ക്ക് ഒരു ദേവാലയം പണിയണ ഒരു കാര്യം പറഞ്ഞേക്കണത്. അത് ചെറുതല്ല, വലിയ രീതിയിൽ പണിയണ കാര്യമോ. ഞാനിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അവിടെ ചെന്ന് ഷോപ്പ് നോക്കുമ്പോൾ ഇത്രയൊരു 380 സ്ക്വയർ ഫീറ്റിലെ ഒരു ഷോപ്പ് ഇടണം എന്നാ അത് എനിക്ക് കിട്ടുമെന്ന് ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല. അവിടെ ചെന്ന് ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട്, ഓണറും ഇവിടെ ഉണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ടോക്കൺ കൊടുത്തിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കണ്ട് പിറ്റേന്ന് ദിവസം ടോക്കൺ കൊടുത്ത് അതിൻ്റെ പിറ്റേന്ന് ദിവസം ഞാൻ അവിടെ ചെന്ന് എല്ലാ 4 മൂലക്കയിലും ഞാൻ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈല 4 ഭിത്തികളിലും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സീരിയൽ സിനിമയിലെ പ്രൊഡ്യൂസർക്കാണ് ഞാൻ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് കിട്ടിയതാണ്. 1-ാം തീയതി ഉടമ്പടി എടുത്തു, 4-ാം തീയതി എനിക്ക് കട കിട്ടി, 5-ാം തീയതി പ്രൊഡ്യൂസർ വന്ന് നോക്കി, 6-ാം തീയതി ബിൽഡിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. 1 രൂപ 1000 രൂപ പോലും മാറ്റി വയ്ക്കാതെയാണ് ആ ഷോപ്പിൻ്റെ പണി തുടങ്ങുന്നത്. ഡിസംബർ 6-ാം തീയതി തുടങ്ങി ജാനുവരി 16-ാം തീയതി എൻ്റെ കടയുടെ പണി മുഴുവനും കഴിഞ്ഞ് 18-ാം തീയതി ഇനോഗ്രേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും കിട്ടുമെന്ന് പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എനിക്ക് സാധിച്ചത്. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു വലിയ കാര്യമാണ് തന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും എൻ്റെ ഏജിലുള്ളവർക്കാണെങ്കിൽ പോലും എൻ്റെ കൂടെ പഠിച്ചവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജോലി, ടീച്ചേഴ്സും നേഴ്സിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ അവസ്ഥയായിരുന്നു. എനിക്കൊന്നും ആവാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ ആ ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പണി കഴിഞ്ഞപ്പോൾ ഇത് എന്നെക്കൊണ്ട് സാധിച്ചതാണ്. ഇതെന്താ പറ്റിയത്? 1000 രൂപ പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് ഞാൻ ആ ഷോപ്പിന് മുടക്കിയത് ഒരു 10 ലക്ഷം രൂപയാണ് മുടക്കിയിരിക്കുന്നത്. കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും അന്തം വിട്ടു പോയി. ഇതെന്താ സംഭവിച്ചത്, എങ്ങനെ വന്നു? ഫാമിലിയിലുള്ളവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഇനോഗ്രേഷൻ വന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെയാന്ന്. എൻ്റെ ഫാമിലിയിലുള്ളവർക്കറിയാം ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, മാതാവിൽ വിശ്വസിക്കുന്നവളാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവളാണ്. അവളുടെ ഭക്തി കണ്ടിട്ട് ഞാനൊരു ഹിന്ദുവും കൂടെയാണ്. കുറേ പേര് എനിക്ക് എതിർപ്പുകളായിട്ട് വരുന്നുണ്ട്, എന്തിനാ അവിടെ പോണത്, നമ്മുടെ ഇത് മതി. എന്നെ ഇന്നിവിടെ ഈ ഉയർത്തി ഈ ആൾത്താരയിൽ നിർത്തിയിരിക്കുന്നത് എൻ്റെ മാതാവും ഈശോയാണ്. കാരുണ്യ പ്രവർത്തിക്കായിട്ട് ഞങ്ങൾ കൃപാമരിയ എന്നൊരു കൂട്ടായ്മയുണ്ട് വല്ലാർപാടത്ത്. അതിലൊരു 10-30ഓളം പേരുണ്ട്. ഇവിടെ നിന്ന് അഖണ്ഡ ജപമാല വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാ മാസവും അത് മുടങ്ങാതെ ചൊല്ലും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പൊതിച്ചോറും, രണ്ടാമത്തെ ഞായറാഴ്ച ജീവകാരുണ്യ പ്രവർത്തിക്കായിട്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന പേഷ്യൻസിനൊക്കെ പൈസ കൊടുക്കും. പിന്നെ അത്യാവശ്യം നമ്മൾ പുറത്ത് പോണ സമയത്ത് എന്നാൽ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യും.
കൂടുതലും ഈ ഉടമ്പടിയെ കുറിച്ച് അറിയാൻ സാധിച്ചത് ധ്യാനത്തിലൂടെയാണ്. എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ജോസഫ് അച്ഛനിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അമ്മയോട് ഈശോയോട് എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഉടമ്പടിയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉടമ്പടിയിൽ വിശ്വസിക്കുക, മാതാവിനെ വിശ്വസിക്കുക, ഈശോയെ വിശ്വസിക്കുക. ചോദിച്ചാൽ എന്തും തരുന്ന ഒരു അമ്മയുണ്ട്. ഇന്ന് ഞാൻ അഹങ്കാരത്തോടുകൂടി ആരുടെ മുമ്പിൽ വേണമെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും മാതാവ് ഉയർത്തും. ചോദിച്ചാൽ എന്തും തരുന്ന ഒരു അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്തും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ഷൈൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് എമി അന്ന ഷൈൻ. ഞങ്ങളിവിടെ ഒരു വലിയ സാക്ഷിയാക്കി നിർത്തിയ ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. നാട്ടിൽ ഞങ്ങൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഇടവകയിലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിരുന്നു. 2018 കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷെ അത് മിസ്കാരേജ് ആയി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 തവണ അബോർഷനായി. ഒരു 9 monthsലും കുഞ്ഞിനെ നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായി. അപ്പം ഡോക്ടർ അന്ന് പറഞ്ഞായിരുന്നു ട്യൂബ് ഒന്ന് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ അന്ന് ഞാൻ ഉടമ്പടിയിലായിരുന്നു. 2019 മുതലായിരുന്നു ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നത്. ഞാനപ്പം ഉടമ്പടി തൈലം എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു എക്ടോപ്പിക് എന്ന് പറഞ്ഞത്. ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ച് ഞാനിന്നൊരു ഡോക്ടറോട് പറഞ്ഞു, ഞാനും സെയിം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് 1 day തരുമോ? അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ അഡ്മിഷൻ ആയിക്കോളാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓൾറെഡി റപ്ചർ ആയിട്ടുണ്ട്, സ്കാനിങ്ങിൽ ഓൾറെഡി ഫ്ലൂയിഡ് കളക്ഷനും ഉണ്ട്. അപ്പം എനിക്കറിയാം അതെന്താണ് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടൊരു കണ്ടീഷനിലോട്ട് പോവുകയാണെന്ന്. പക്ഷെ ഞാൻ വന്നിട്ട് ഉടമ്പടി തൈലം എൻ്റെ വയറിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അന്ന് ഫുള്ള് ഞാൻ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. ഒരു കുഞ്ഞൊന്നും ആയിട്ടില്ല, ദൈവമേ എന്താണോ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ നടക്കട്ടെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു 48 hours കഴിഞ്ഞെന്നാൽ നമുക്ക് ബീറ്റ-HCG ചെയ്ത് നോക്കാം. 48 hours കഴിഞ്ഞ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബീറ്റ-HCG നേരെ ഡൗൺ ആയിരുന്നു, ഹാഫിനെക്കാളും ഡൗൺ ആയി. അപ്പം ഡോക്ടർ പറഞ്ഞു വേനിന്ന കുഴപ്പമില്ല, നമുക്ക് മൈൽഡ് ഫ്ലൂയിഡ് കളക്ഷൻ ഇപ്പം കാണുന്നുള്ളൂ, ഓൺലി ഒബ്സർവേഷൻ ആവാം, നീ എന്നാൽ അഡ്മിറ്റ് ആവണമെങ്കിലാവാം, അല്ലെങ്കിൽ നിനക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൂമിലിരുന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെസ്റ്റിലായിരുന്നു കുറച്ച് ദിവസം. അങ്ങനെ ബീറ്റ-HCG ഒരു കുഴപ്പവും ഇല്ലാണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് നോർമലിലോട്ട് വന്നു. അങ്ങനെ ഒരു സർജറി ഇല്ലാണ്ട് അന്ന് എന്നെ അമ്മ മാതാവ് കാത്തുകൊണ്ട് അന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു. അപ്പോഴത്തേക്ക് എന്നോട് ഇവിടെ നിന്ന് ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതി, ഉടനെ മാതാവ് അതെല്ലാം സഹായിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 ഞങ്ങൾ UK പോയി. ഞാൻ മുന്നേ സൗദിയിലും ഹസ്ബൻഡ് കുവൈറ്റിലും ആയിരുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും ആയില്ല. അങ്ങനെ UK ഞങ്ങളെത്തി, കുഞ്ഞുണ്ടായി. ഇത്രയും ഒരു ജേണിയിലൂടെ കടന്നുപോയപ്പോൾ തന്നെ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയായിരുന്നു. എനിക്ക് സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര പേടിച്ച ഞാൻ സ്കാനിങ് റൂമിലോട്ട് കയറുന്നത്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റ് മണി എൻ്റെ മുന്നിൽ കാണും അതെല്ലാം പ്രഗ്നൻസി റിലേറ്റഡ് ആയിരുന്നു. അപ്പം അതിൽ ഞാനൊരു ഒരു ഡോക്ടറിൻ്റെ കണ്ടായിരുന്നു, അമ്മ മാതാവിൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ മാത്രം തന്നാൽ മതിയെന്ന്. ഞാനും അതങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. സ്കാനിങ് റൂമിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ വയറിലും എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഹസ്ബൻഡും എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുമായിരുന്നു കുഞ്ഞിനെ തൊട്ട്. എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് ഒന്നും അറിയുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നും മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിനെയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമാവുമായിരുന്നു, ഓക്കെ മാതാവ് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പോഴായാലും പോലും അവിടെ സ്കാനിങ് മെഷീനിൽ ഞാൻ എൻ്റെ നെറ്റിയിൽ നിന്ന് എന്നെ എടുത്ത് ഉടമ്പടി തൈലെടുത്ത് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്നെ കരഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറക്കരുതേന്ന്.
അങ്ങനെ കറക്റ്റ് 9 months ആയപ്പോഴത്തേക്ക് എനിക്ക് സിസേറിയൻ സെക്ഷൻ എടുത്ത്. അപ്പോൾ എൻ്റെ പേടിയും പിന്നെ അവിടുത്തെ ഒരു റൂൾസാണ്, നമുക്ക് ഡൈവേർഷണൽ തെറാപ്പി തരും സിസേറിയൻസ് ഏത് ഡെലിവറിയിലായാലും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അന്നൊരു ഫ്രൈഡേ ആയിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിലെ പ്രെയർ എനിക്കൊന്ന് ലൈവ് ഇട്ട് തരുമെന്ന്. അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പിഡ്യൂറലൊക്കെ സ്പൈനിൽ തന്നപ്പം പോലും ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ പ്രെയർ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനൊരു ത്രോട്ടിലൊരു സർജറി വന്നായിരുന്നു. അതെല്ലാം മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്ന് കുഞ്ഞ് മൂക്കിൽ കൂടെ NG ട്യൂബൊക്കെ ആയിരുന്നു കുറച്ച് മാസം. അതെല്ലാം കുഴപ്പമില്ലാണ്ട് ഇപ്പം കുഞ്ഞ് ഓറലി നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ അത്ര ബെറ്റർ ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് നിൽക്കാൻ വേറെ ഓരോ ഓപ്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ OET പോയത്. OET എനിക്ക് ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ എനിക്ക് ഒട്ടും സ്കോറില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം തേർഡ് ടൈം എഴുതിയപ്പോൾ ക്ലബിംഗ് സ്കോർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മാതാവ് ഞങ്ങളെ ഒരുമിച്ച് നിർത്താനായിട്ട് എനിക്ക് റിക്വേർഡ് സ്കോർ തന്ന് UK എത്തിച്ചു. അതേപോലെ തന്നെ CBT OSCE ആയാൽ പോലും മാതാവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നേഴ്സാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് ജോബ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. 6 to 7 months ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. ഒരാളുടെ സാലറി വെച്ച് മാത്രം ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴും മാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഓരോ ആപ്ലിക്കേഷനും സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് NHS തന്നെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. ദെൻ ഞങ്ങൾ ഇപ്പം നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ച് ഒരു നെയിമിൻ്റെ ഇഷ്യൂ വന്നായിരുന്നു. എനിക്ക് മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, കുഞ്ഞു ഹസ്ബൻഡ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, ആര് സഹായിക്കുമെന്നും അറിയത്തില്ല. ഞങ്ങൾ 4 മണിക്ക് ഞങ്ങൾ ഇമിഗ്രേഷനിൽ കയറിയതാണ്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിയായപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കുക, ഇന്ന് കരയുക. അവർ വന്നിട്ട് ഞാനാണെങ്കിൽ അപ്പോഴത്തേക്ക് കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചുപ്പിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണം, ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഞങ്ങൾ മെയിൽ അയക്കാം, അവരുടെ റിപ്ലൈ എന്താണെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു 8 മണിക്കാണ് ഫ്ലൈറ്റ്, ഇനിയും ഞങ്ങളിവിടെ നിൽക്കുവാണ് കുഞ്ഞിനെയും വെച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 7:20 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു റിപ്ലൈ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, 3 പേർക്കും ട്രാവൽ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തോടെ ഞങ്ങളൊന്ന് നാട്ടിലെത്തിയായിരുന്നു. നാളെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞിന് 1 വയസ്സാവണതിന് മുന്നേ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങളത് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ട്രാവൽ ചെയ്യുവാണ്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയാൻ എപ്പോഴും ഞാൻ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു പ്രഗ്നൻസിയിൽ എനിക്കൊരു സ്ട്രെങ്ത് തന്നിരുന്നത്. എപ്പോഴും ഞാൻ ലൂക്ക 18:27 പറയുന്നതെന്ന്, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. അത് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോലും സ്കാനിങ്ങിനായാലും എന്ത് ചെക്കപ്പിനായാലും പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഞാനൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ കടന്നു പോയ വഴിയിലൂടെയൊന്നും അവർ പോവരുതേ, മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണേ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്കിപ്പം കുഞ്ഞൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബൈബിളെന്നും വായിക്കുമായിരുന്നു. ഞങ്ങളെന്നും പ്രഗ്നൻസി ത്രൂ ഔട്ട് ഒരിക്കൽ പോലും കൊന്ത ചൊല്ലാതെ കിടന്നിട്ടില്ല. എത്ര രാത്രിയായാൽ പോലും വയ്യെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും കൊന്ത ചൊല്ലിയിട്ട് ഉറങ്ങും. അതും കുഞ്ഞിനെ തൊട്ട് കൊന്ത ചൊല്ലുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ടെന്ന് പറയുന്നത് ഡയറക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മന്ത്ലി വീട്ടിലോട്ട് പൈസ ഇടും. ഞാൻ അമ്മയോട് പറയും, വീടിനടുത്ത് കുറച്ച് 2-3 ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസുള്ള ഫാമിലീസും ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്നാൽ പറ്റുന്ന മന്ത്ലി ഉള്ള സഹായം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടിയാണ് 2019 മുതലെടുത്തത്. എന്നാണോ എൻ്റെ 90 days കഴിയുന്നത്, എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാനത്
ഓൺലൈൻ ഉടമ്പടിയിലോട്ട് മാറ്റും. എന്നിട്ട് നാട്ടിലുള്ള സമയത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് പേഷ്യൻസിന് കൊടുക്കും. അവിടെയാണ് പത്രം കൊടുക്കുന്നത്. ചിലർ വേണ്ടെന്ന് പറയും, എന്നാലും ഞാൻ പറയും, ദൈവമേ അവരുടെ അസുഖം അവർക്ക് സൗഖ്യമാക്കി കൊടുക്കണമേ. ഇനിയും മുന്നോട്ട് ഇന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇനി ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകാൻ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹങ്ങളും കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം.